ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പോൾ ഞാൻ ഓർത്ത് അതിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന്. ഞാൻ ഇന്നൊരു വൈറ്റ് ഗൗണാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ബോഡിക്കോൺ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. നമുക്കത് വെഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിക്കുള്ളൊരു ഗൗണാണ്. ഇതിൽ ഞാൻ ഫുൾ ബീഡ്സ് കൊണ്ടിട്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ പോകുന്നത്. ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം സാധനത്തിൻ്റെ ഫോട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് എനിക്കെൻ്റെ റൂം ഒന്ന് സെറ്റ് ആക്കണം. ഞാനിപ്പോൾ ഒരു വൈറ്റ് ഗൗൺ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ റൂം മൊത്തം അലങ്കോലമായിട്ട് കിടക്കണേ. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ റൂമിൻ്റെ കോലം. കണ്ടില്ലേ? എന്താ ഒരു വൃത്തി. നമുക്ക് ആദ്യം ഇതൊന്ന് മൊത്തം വൃത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി അടുത്ത ഗൗണിലോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് അത് മാറ്റി ഇങ്ങനെ എനിക്ക് ഞാനിന്ന് ചെയ്ത് തീർക്കില്ല. എനിക്ക് അതുകൊണ്ടിട്ട് ഇവിടെ മൊത്തം സെറ്റ് ആക്കണം. എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം എന്നുണ്ട്. അത് നമുക്ക് നടക്കത്തില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കണം വൈറ്റ് ടേബിളൊക്കെ. അത് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. ഞാൻ ചെയ്ത ഡ്രസ്സിൻ്റെയും കൂടി വീഡിയോ ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, ഞാനിപ്പോൾ ഇനി ഇവിടെ മൊത്തം ഒന്ന് അടിച്ച് തുടച്ച് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഗൗണിനെ കുറിച്ചുള്ള വിശദമായിട്ട് ഞാൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ മൊത്തം ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കഴിക്കണ കാര്യത്തിലോട്ട് തുടങ്ങാം. ഒതുക്കിയിട്ടുള്ള എൻ്റെ റൂം ഒന്ന് കാണിച്ചു തരാം. അത്ര ഭംഗിയൊന്നുമില്ല. നിങ്ങൾ ഈ ഇവിടുത്തെ ആ ഒരു ഇതൊന്നും പറയരുത്. എന്ന് വെച്ചെന്നാൽ ഞാനൊരു പ്രാവശ്യം ഈ ഒരു ഷീറ്റ് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടില്ലേ, ഒരു മണത്തിനും കാണിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടെ കൊടുക്കാം. അതിൽ റോസപ്പ് ഞാൻ ഫസ്റ്റ് ഒട്ടിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ അത് പിയോണി എന്ന് പറയുന്ന ഫ്ലവറാണ് ഞാനത് സെറ്റാക്കിയത്. അപ്പം അത് ഒട്ടിച്ച് ഇവിടെ ഇരുന്ന് നിലത്തിട്ടൊട്ടിച്ച്. പക്ഷേ നിലത്തിട്ടൊട്ടിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ ഒട്ടി. പക്ഷേ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അത് എത്ര ഇതാക്കിയിട്ട് മുള്ള. അപ്പം നമുക്ക് ഈ ഷീറ്റ് അത് മാറ്റേണ്ടത്. അതൊക്കെ മാറ്റണമെങ്കിൽ ഇത്തിരി വൃത്തിക്കുള്ള ഷീറ്റൊക്കെ വാങ്ങി ഇനി ഇട്ടണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷീറ്റ് മാറ്റാറുണ്ട്. അപ്പം ഇനി സമയം ആയി എന്ന് തോന്നുന്നു. അത് പോട്ടെ, നമുക്ക് നമ്മുടെ ഗൗണിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ ഈ ഒരു വൈറ്റ് ഗൗണാണ് ചെയ്യാൻ വേണ്ടി പോകണം. ഇതിൽ അത്യാവശ്യം തന്നെ ബീഡ്സ് ഉണ്ട്. വൈറ്റ് നല്ല ഭംഗിയുള്ള ബീഡ്സ് ഒക്കെയാണ്. അപ്പം ഞാൻ അതെല്ലാം വാങ്ങി. എന്നിട്ട് ഞാൻ ഓർത്തു നമുക്ക് വീഡിയോയും കൂടെ എടുത്തേക്കാന്ന് ഓർത്തു. ഞാൻ ഈ യൂസ് ചെയ്യണ സാറ്റാണ് ഇതാണ്ട. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കസ്റ്റമറിന് എടുത്തിട്ടുള്ള കട്ട് പീസ് കൊണ്ടാണ് എനിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോകണം. കുറച്ചായിട്ടുള്ള മെറ്റീരിയൽ എനിക്കിവിടെ ബാക്കി കിട്ടാറുണ്ട്. വല്ല 1 മീറ്ററൊക്കെ വെച്ചിട്ട് എല്ലാവരുടെയും അതിനകത്ത് ഞാൻ ബണ്ടിലെടുക്കാൻ കൊണ്ടിട്ട് എനിക്ക് അതിൽ നിന്ന് 1-2 വെച്ചിട്ടൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ടേ എനിക്ക് വല്ല ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ അങ്ങനെ എടുത്ത് വെച്ചേക്കണ കട്ട് പീസ് കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകണം. അതുകൊണ്ട് തന്നെ ഇതിൽ ചെറുതായിട്ട് അഴുക്കുണ്ട് ഗൈസ്. എനിക്കിത് മിക്കടുത്തും അഴുക്കുണ്ട്. എനിക്ക് വേണ്ടി ഗൗൺ ചെയ്യുമ്പോൾ ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യണം. ഞാനൊരു സാധനം കാണിച്ചു തരാം. ഈ ഒരെണ്ണമാണ്. ഇത് നല്ലതാണ്. ഇത് നമുക്ക് വൈറ്റ് ഡ്രസ്സിലൊക്കെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ നല്ലോണം നമുക്ക് പറ്റും. ഇത് കൊണ്ടിട്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വേസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഉള്ള അഴുക്കൊക്കെ പെട്ടെന്ന് കളയാം. ഭാഗ്യത്തിന് ഇതിനകത്ത് അധികം അഴുക്കൊന്നുമില്ല കേട്ടോ. ഇത് ഇച്ചിരി ചുളുക്കൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അത്ര ഭംഗിയില്ലാത്ത സാറ്റൻ പോലെ തോന്നും. പക്ഷേ നല്ല രസമാണ് ഈ ഒരു സാറ്റൻ. ഒട്ടും ഇങ്ങനെ നിഴലൊന്നും അടിക്കാത്ത നല്ലൊരു കണ്ട നിഴലടിക്കില്ല. ഇതൊക്കെ നല്ല രീതിക്ക് ഭംഗിയുണ്ട് ഈ ഒരു സാറ്റൻ. കട്ട് ചെയ്യേണ്ട, അതുപോലെ തന്നെ പൈസ ഉണ്ട്. ഓക്കെ, ഈ ഒരു സാറ്റനിലാണ് ഞാൻ ഈ ഒരു ഗൗൺ ചെയ്യാൻ വേണ്ടി പോകണം. നമുക്ക് ഇനി ഇതിന് വേണ്ട വേറെ സാധനങ്ങളും കൂടി കാണിച്ചു തരാം. നമുക്ക് മെറ്റീരിയൽ ഇതും വേണം. ഇതിൻ്റെ അടിയിൽ ഇടാനായിട്ട് ക്രൈപ്പും വേണം. അടുത്തത് വേണ്ടത് ബീഡ്സ് ആണ്. അപ്പം ഞാൻ ബീഡ്സ് കാണിച്ചു തരാം. ഇതാണ് ഒരെണ്ണം. ഇത് ഒരു അളവിലുള്ള ബീഡ്സ്. ഇത് അടുത്തത്. ഇതാണ് ഏറ്റവും വലിയ മുത്ത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടി ചെറുതായിട്ടുള്ള മുത്ത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള മുത്ത് ഇതാ. ഇത് ഏറ്റവും ചെറിയ മുത്താണ്. പിന്നെ ഉള്ളത് ഈ ഒരു മുത്ത് കണ്ട. ഇത്രയും മുത്താണ് ഞാൻ ഇതിന് വാങ്ങിയിട്ടുള്ളത്. ഇത്രയും തികയുവാന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാൻ തികയുക ഇല്ലെന്ന്. പിന്നെ ഇതിന്റെ ഈ സൈഡുകളിലൊക്കെ കുറച്ച് ബീഡ്സ് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മുമ്പേ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ഇത് പിന്നെ എനിക്കായതുകൊണ്ട് പഴയ മുത്താണ്, അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. ഞാൻ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യും. അതാണ്. അപ്പൊ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ ഈ ഗൗൺ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ഗൈസ്. ഞാൻ ശരിക്കും എടുക്കണം എല്ലാ ഗൗണും. നമുക്കൊരു 10,000 രൂപയൊക്കെ ബഡ്ജറ്റ് ഉണ്ട്. അല്ലെങ്കിൽ മെറ്റീരിയൽ എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇല്ല നമുക്കത് കിട്ടില്ലായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപ്പനായിട്ട് ചെയ്യാൻ പറ്റും ആ ഒരു ഗൗൺ. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും ഇല്ല. നമുക്കപ്പോൾ ആഴ്ചയിൽ 10,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, അത് കുറച്ചൊരു 5,000 രൂപയൊക്കെ മെറ്റീരിയൽ എടുക്കാൻ പറ്റിയാണ് അത്രയും നല്ലത് എന്ന് പറഞ്ഞ് പോയി മെറ്റീരിയൽ എടുത്ത് അങ്ങനെ ചെയ്യണത്. അപ്പം ഇപ്പം ഞാൻ അതുപോലെ ഇത്രയും മുത്തി ഞാൻ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾ
ഗസ് ഇത് എത്ര രൂപയുടെ മുത്താണ് ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കട്ടെ, ആരെങ്കിലും കറക്റ്റായിട്ട് പറയുമോ. ഓക്കെ, നമുക്കപ്പോൾ തുടങ്ങാം. ഓക്കെ ഗായ്സ്, ഇതാണ് എൻ്റെ മെഷർമെന്റ് ടേപ്പ്. എൻ്റെ മെഷർമെന്റ് ടേപ്പിന്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ ഇത്രക്ക് ദാരിദ്ര്യമാണ്. ഇത് നോക്കൂ, ഇതെന്താ ഞാൻ ഇപ്പോഴും മാറ്റാത്തത് എനിക്ക് എപ്പോഴും അറിയത്തില്ല. എനിക്ക് ചില ഇതൊക്കെ ഉണ്ട്, ഈ ടേപ്പ് കൊണ്ട് ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനത്തെയൊക്കെ ഓരോരോ മൈൻഡ്. ഇപ്പൊ അങ്ങനെ ഞാൻ എടുത്തു വെച്ചേക്കണ ടേപ്പായിരിക്കും ഇത് രണ്ടും. എനിക്ക് തോന്നണം ഞാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള കണ്ടാണ് ഈ ഒരു ടേപ്പ്. അപ്പൊ തൊട്ട് ഇപ്പൊ വരെ ഞാൻ മാറ്റിയിട്ടേ ഇല്ല. ഇനി മാറ്റണം എന്തായാലും. ഞാൻ ഇനി ഒരു ഷോപ്പിൽ പോകുന്നുണ്ട്, അവിടെ ഒരു ടേപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, അതൊക്കെ വാങ്ങണം പോയി. അപ്പൊ ഈ 2 ടേപ്പ് ഉണ്ട്. നമുക്ക് ഈ ഒരു ടേപ്പ് മാറ്റാം. ഇതിലെന്തായാലും മെഷർമെന്റ് എടുത്താൽ പുറത്തിട്ടായി കിട്ടണം. നമുക്ക് ഇതിൽ തന്നെ എടുക്കാം. ഇതിൽ വരയും കുറിയും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് പേനാമാശി മാത്രമേ ഉള്ളൂ. ഓക്കെ, സെറ്റാക്കാം. അപ്പോൾ നമുക്ക് പേനയും ഒരു പേപ്പർ എടുത്തോട്ടെ. ഓക്കെ, നമുക്ക് പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പേപ്പർ. ഞാൻ ഇങ്ങനത്തെ ഇതിലാണ് എനിക്ക് തൊട്ട് എഴുതാനായിട്ട് പോകണം എൻ്റെ കസ്റ്റമറിൻ്റെ. അപ്പം നമുക്ക് ഉദ്ഘാടനം എൻ്റെ ഇതിൽ തന്നെ തുടങ്ങാം. ഇത് ഞങ്ങൾ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയതാണ് എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് ഇതിന് പോയി ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നമുക്കപ്പം തുടങ്ങാം. എൻ്റെ പേനങ്ങൾ നോക്കി പിന്നെയുണ്ട്. ഇതാണ് എൻ്റെ പേന. മെഷർമെന്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ ഉച്ചക്ക് തന്നെയാണ് ഗൈസ് എൻ്റെ മെഷർമെന്റ് ഒക്കെ എടുക്കണത്. എന്നിട്ടും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ കുഴപ്പമില്ലാണ്ട് സെറ്റ് ആക്കാറുണ്ട്. എൻ്റെ ഡ്രസ്സൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ. ഓക്കെ, നമുക്കപ്പോൾ ഇനി അടുത്ത കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് പാറ്റേൺ വരക്കണം. അത് എനിക്ക് മടിയായി. ഇപ്പം തുണിയിലൊക്കെ നേരിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ വരക്കണം. എനിക്ക് വേണ്ടിയിട്ടായതുകൊണ്ടിട്ട് ഞാൻ എപ്പോഴും ചെയ്ത് ശീലമായതുകൊണ്ട് എനിക്ക് അത്ര സീനില്ല. പുറത്തേക്ക് ആർക്കെങ്കിലും ആണെങ്കിൽ എനിക്ക് പാറ്റേൺ പേപ്പറിൽ ഞാൻ എന്താ ചെയ്യണേന്നറിയോ, ബോണ്ട് പേപ്പർ കുറേ ഇരിപ്പുണ്ട് പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൂടി ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെക്കും. എന്നിട്ട് ടേപ്പ് ഇങ്ങനെ ഒട്ടിക്കും. എന്നിട്ട് അതിലിരുന്ന് പാറ്റേൺ വരച്ച് അതെടുത്ത് തുണിയിൽ വെച്ച് കട്ടി. അതാണ് ഞാൻ ചെയ്യണത്. ചിലപ്പോൾ ഇപ്പം എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. എന്നാൽ ബോഡി കോട്ടേഴ്സ് ആയതുകൊണ്ടിട്ട് നമുക്ക് അളവിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പണി കിട്ടും. അതുകൊണ്ടിട്ട് നമുക്ക് ഇത് ഇച്ചിരി സീനായിരിക്കും. അതുകൊണ്ട് കുറച്ച് ഇതായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇതിനകത്തേക്ക് നമുക്ക് എല്ലാം സെറ്റാക്കാം. കണക്കും ഹരിക്കണം, കുടിക്കണം, അതെല്ലാം ചെയ്ത് നമുക്ക് ഇതിലറിയാം തന്നെ. ഇതെല്ലാം വരച്ച് വെക്കട്ടെ. എന്നാലേ എനിക്ക് ആ സമയത്ത് ബോധം ഉദിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വേറെ വല്ല മണ്ടത്തരം കാണിക്കും. അപ്പൊ ഗായ്സ്, ഞാൻ മുമ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 ദിവസമായി എന്ന് പറയുമ്പോ പിറ്റേന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഇപ്പൊ വീഡിയോ എടുക്കണം. ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഞാനൊന്നും വീഡിയോ എടുത്തില്ല. ഇന്നലെ എനിക്ക് ഇച്ചിരി സമയം കിട്ടിയപ്പോൾ തന്നെ ഞാൻ പോയി കട്ട് ചെയ്ത് അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത്. എനിക്ക് ഒന്നാമത് ഞാൻ കസ്റ്റമറിന്റെ ചെയ്യണതിൻ്റെ ഇടയിൽ ചെയ്യണോണ്ടിട്ട് ഇടയ്ക്കേ സമയം കിട്ടുള്ളൂ. ഇത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഓർത്തത് എന്ന് വെച്ചാൽ സമയമില്ല. ഇന്ന് രാത്രി ഒറ്റ ദിവസം എനിക്കുള്ളൂ. ഇന്ന് രാത്രി ഒരു മണിക്കൂറിൽ എനിക്ക് തീർക്കണം. ആ മുത്ത് ഇവിടെ വെക്കാനുള്ള മൊത്തം വെച്ച് തീർത്താലേ നാളെ എനിക്കൊരു കസ്റ്റമർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റന്നാളും ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുമെങ്കിൽ എനിക്ക് വെള്ളിയാഴ്ച മറ്റന്നാൾ പോയി ഇതിന്റെ വീഡിയോ എനിക്ക് എടുക്കണം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് എന്റെ ഡ്രസ്സ് പടയെന്ന് പറഞ്ഞ് ചെയ്ത് തീർക്കണം. ഞാൻ ഇപ്പൊ ചെയ്ത് ഇത്രയും ഞാൻ കാണിച്ചു. ഞാൻ ബാക്കിലോട്ട് ഇത്രയും ടൈലൊക്കെ ഇട്ടിട്ടോ. ഇതൊക്കെ ഞാൻ വീഡിയോയിലുള്ള കിടക്കനായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഇതാണ് സംഭവം. ഇങ്ങനെ വന്നത് നിങ്ങൾക്ക് ഇതെന്തായാലും ഇങ്ങനെ ഇനി ഇവിടെ നിന്നൊരു വള്ളിയൊക്കെ ഇങ്ങനെ വന്നുണ്ട്. അതൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഞാൻ ഇത് ഈ ഒരു ഡെമ്മിയിലൊന്നും ഇടാൻ ശ്രമിച്ചു ഗൈസ്. നടന്നില്ല. ഇത് കേറണില്ല. എന്തൊക്കെ വന്നാലും കേറില്ല പറ്റിയെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് ഇവിടെ വെച്ചിട്ട് പിൻ ചെയ്യാം. അതേ പറ്റത്തുള്ളൂ. എന്നിട്ട് നമുക്ക് തുന്നാം. നമുക്ക് ഇനി ഇവിടെ ഇങ്ങനെ വരക്കണം. എന്നിട്ട് അവിടെ കൂടിയാണ് നമ്മൾ മുത്ത് ഇങ്ങനെ തുന്നി വെക്കേണ്ടത്. അപ്പൊ നമുക്ക് അതും സെറ്റാക്കാം. അതാണ് ഇന്നത്തെ ചെയ്യാനുള്ളത്. നാളെ പിന്നെ മുത്ത് ഒട്ടിക്കാനുണ്ട് സൈഡിലൊക്കെ. അത് നമുക്ക് ആഴ്ചനെ കൊണ്ടായാലും ചെയ്യിപ്പിക്കാം നാളെ ഇവിടെ വരുമ്പോഴത്തേക്ക്. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ ഇവിടെ ഇതുപോലെ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ വേണം ഇതിൽ തുന്നാനായിട്ട്. തുന്നാനുള്ള മുത്തുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടാകാം. ഇതാണ് നമുക്ക് ഇതിൽ തുന്നേണ്ട മുത്ത്. പക്ഷേ കളറിന് വ്യത്യാസം ഉണ്ടാകും.
കുഴപ്പമില്ല. നമ്മൾ ഈ രീതിയിൽ ഞാൻ അതിൽ ഇത്തിരി വ്യത്യാസത്തിലാണ് ചെയ്യാൻ പോണ. നമ്മൾ വൈറ്റിൽ ക്രീം ഇട്ടാ ചെയ്യണം കേട്ടോ. ഇങ്ങനെ വരും, ഇങ്ങനെ താഴോട്ട് വരും. സെറ്റാക്കാം, തുടങ്ങണം. യേശുവിനേക്കാൾ ചെറിയ അവന്റെ പ്രത്യേകത എന്ന് പറയും 2 കാലത്താണ് കടവുകൾ 2 നേരെ കാണാൻ വീട്ടുകാർ അച്ഛൻ അമ്മ അച്ഛനാണെങ്കിൽ കല്യാണം അങ്ങനെ അറിയപ്പെടുന്ന അമേരിക്കയിലെ നമ്പർ 1 ജിംനാസ്റ്റിക് ഒളിമ്പിക്സിനെ കണ്ടെത്തിയ ആരാണ്? അപ്പൊ സമയം 12 മണി ആയി. ഇത്രയും ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്കിത് ഇങ്ങനെ തീർക്കണം. അതാണ് കുഴപ്പം. ഞാൻ ഓർത്ത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നു, പക്ഷെ ഇത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കൈ വേദനെടുക്കും. എന്നുവെച്ചാൽ എലാസ്റ്റിക് പോലത്തെ മെറ്റീരിയൽ ഇതുണ്ടോ, ഇത് കൊണ്ടിട്ട് ഞാൻ ഇത് കെട്ടണം. അപ്പോൾ ഇത് കെട്ടാൻ നല്ല ടൈറ്റ് കെട്ടുമ്പോൾ കൈയുടെ ഈ ഒരു നഖം നല്ലോണം വേദനെടുക്കുന്നുണ്ട്, നല്ല രീതിക്ക് വേദനെടുക്കുന്നുണ്ട്. മുഖത്ത് നിറയെ ഗിൽറ്റിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് തയ്ച്ചായിരുന്നു, പക്ഷെ ഇതെങ്ങനെയെങ്കിലും തീർത്തിട്ട് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. കുഴപ്പം അച്ഛൻ വരെയും വെക്കാനുണ്ട്. എനിക്ക് ഇത്രയെങ്കിലും തീർത്തായിരുന്നു സമാധാനമായിരുന്നു. എങ്ങനെയെങ്കിലും തീർക്കാം. ഇതിൽ ഇത്രയും ചെയ്തിട്ടാ, ഈ താഴത്ത് ഇത്രയും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ തീരും. ഇപ്പോൾ സമയം 2:30. 1 മണിക്കുള്ളിൽ തീർക്കണം കൊടുത്താൽ 2:30. ഇനി ഇച്ചിരി കൂടി നേരം എടുത്താൽ ഇപ്പം തന്നെ തീർക്കാം. എൻ്റെ കിളിയൊക്കെ കരയണം. എനിക്കാണെങ്കിൽ വിഷമം വരുന്നത് എന്താ അറിയത്തില്ല. ഇന്നിനി ആകെ ഇച്ചിരി നേരം കൂടെ അല്ലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അത് ഓർത്തിട്ടാണ് വിഷമം വന്നത്. എനിക്കിങ്ങനെ കണക്ക് തോന്നും ഗൈസ്. എനിക്ക് വട്ടാണ് കണ്ട കേൾക്കണുണ്ട്. ഈ വെളുപ്പിനാകുമ്പോൾ സൗണ്ട് കേൾക്കത്തില്ല, കിളിയുടെ ആ സൗണ്ട് കേൾക്കണം 2:30. ഇനി ചെയ്യണ വേണ്ടി ഞാൻ ആലോചിക്കണം. ഇനി ഇപ്പോൾ 3 മണി വരെ ചെയ്തിട്ട് ഒരു 7-8 മണിയാകുമ്പോൾ പിന്നെ ഞാൻ എണീക്കാന്ന് ചെന്നാൽ നാളെ ഒരെണ്ണം കൂടി കൊടുക്കാനുണ്ട്, ഒരു ഡ്രസ്സ്. അപ്പം അതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് എണീക്കണം. അയ്യോ, അതിൻ്റെ ഇടയിൽ ഇവിടെയായിട്ട് പല്ല് വന്നുണ്ട്. അവിടുത്തെ പല്ല് വന്നുകൊണ്ട് ആ വേദന. പണി വരുമ്പോൾ എല്ലാം ഒരുമിച്ച് വരുത്താം. അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ഇത്രയും വെച്ച് ഇനി നമുക്ക് ഇവിടെ ഒരു വലുത് വെക്കണം. പിന്നെ ഇവിടെയും കുറച്ചും കൂടി ചെറുതും കൂടി വെച്ചെന്നാൽ ഇത് പെട്ടെന്ന് തീർക്കാം. ഇത് മൊത്തം തീർത്ത് അകത്തോട്ട് ചെല്ലുമ്പോൾ അച്ഛൻ ചീത്ത വിളിക്കും, ഇത്ര നേരം ഇരുന്ന് എന്താണെന്ന് വെച്ച്. പക്ഷെ എനിക്ക് ഇരുന്നില്ലെങ്കിൽ ശരിയാവത്തില്ല. ഇത് എനിക്ക് ആകെ ഇച്ചിരി നേരം കിട്ടുള്ളൂ. പാതിരാത്രിയാണ് എൻ്റെ അടുത്ത് ചെയ്യാൻ സമയം കിട്ടണം, അതാ കുഴപ്പം. ചെവി വരെ വേദനെടുക്കും. എന്തായാലും മൊത്തം കൂടി തീർത്തിട്ട് പോകാല്ലേ. അപ്പോൾ മൊത്തം കഴിഞ്ഞു, ഫുൾ വെച്ച്. ഇപ്പോൾ 3 മണി ആവാൻ 1 മിനിറ്റ്, 2:59 മുത്ത് കുറേ ബാക്കി വന്നിട്ടാണ്. ബെസ്റ്റ് നമുക്കിനി വേറെ ഞാനൊരു ലെഹങ്ക ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ മുത്ത് കൊണ്ട് തന്നെയാണ്, അതിന് നമുക്ക് ബാക്കി യൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നാളെ രാവിലെ നമുക്ക് എൻ്റെ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരെയും വെച്ചിട്ട് പൊട്ടിക്കാം. അപ്പോഴേക്കും നാളെ രാവിലെ വേറെ തയ്ക്കാൻ പോകും. അപ്പോൾ ഇനി പോയി കിടന്നുറങ്ങട്ടെ. 3 മണിയാകുമ്പോൾ ഇച്ചിരി വെച്ചിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. മഴയ്ക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാൻ എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് മഴയ്ക്ക് അങ്ങനെയൊന്നും എടുക്കാത്ത. ഇതിപ്പോൾ കാണിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ താഴെ വരെ വെച്ചിട്ടുണ്ട്.
ഇത് പിറ്റേ ദിവസം രാവിലെ എടുക്കണം വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഇതില് ഞാൻ മുത്തെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒട്ടിക്കണം, മുത്തൊട്ടിക്കണം. അതിന് ഞാൻ കാണിച്ചത് ഞങ്ങളുടെ ബെല്ല കടിച്ച് നശിപ്പിച്ചു, മാറ്റാൻ സമയമായി. അപ്പൊ അതിന് നമ്മള് ഇങ്ങനത്തെ മുത്താണ്. ഇനി ഞാൻ വേറൊരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുത്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പൊ അതാ ഇപ്പൊ ഞാൻ ഒട്ടിക്കാൻ പോണം. ഇത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഈ മുത്തിരിക്കണേന്ന്. ഇത് പകുതി ഉള്ളതാ, മുത്ത് മുറിച്ച പോലത്തെ ഒരു മുത്ത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനത്തെ മുത്താണ്. ഇതുപോലെ പകുതി ആയിട്ടുണ്ടാണ്. നമ്മുടെ കയ്യിൽ അല്ലാണ്ടുള്ള മുത്തെന്ന് പറയുമ്പോ ഇതുപോലെയല്ലേ ഇരിക്കുന്നത്, ഉരുണ്ട് കളിക്കത്തില്ലേ, ഇത് അതിന്റെ പകുതി ആയിട്ടുള്ളത്. നമ്മളിപ്പോ ഇതാണ് ഈ ഒട്ടിക്കാനുള്ളത്. ഇതിന്റെ എന്തിൽ വേറെ ചെറിയതുണ്ട്, ചെറിയ സൈസും ഉണ്ട്. കണ്ട, ഇങ്ങനെ ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഫുള്ള് ഒട്ടിക്കാം. അപ്പൊ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ശരിക്കും ഞാൻ ഉപയോഗിക്കണ പശ ഇതാണ്, ഈ പക്ഷേ അച്ഛൻ ഇപ്പൊ വാങ്ങിയത് ഇതാ. പക്ഷെ ഇതിപ്പോ വാങ്ങി വന്നപ്പോ 120 രൂപ. അവിടെ ഇനി കളയാൻ പറ്റത്തില്ല. ഇതിപ്പോ എനിക്ക് ചെയ്തു തരാൻ അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. ഇതാണ് അസിസ്റ്റന്റ്. നാണമാണ് അസിസ്റ്റന്റ്. വാ ഒട്ടിക്ക്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒട്ടിക്കാം. ഇതുകൊണ്ട് ഒട്ടിക്കാൻ പറ്റുമോ നമുക്ക് ഫസ്റ്റ് നോക്കാവേ. ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ കൂടിയിട്ട് നമുക്ക് ഈ മുത്തുകൾ ഒട്ടിക്കാം. അപ്പൊ ഗൈസ് ഡ്രസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പോയി ഫൈനൽ ലുക്ക് കണ്ടിട്ട് വയോ, ഞാൻ പോയി ബാക്കിയുള്ളവരുടെ ഡ്രസ്സ് ചെയ്യാം. ഓക്കെ ബൈ.